ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ, ഓഡിയോ അതുപോലെ തന്നെ ഐഫ്രെയിം എന്ന് പറയുന്ന ചില ടാഗ്സ് ആണ്. ഇത് HTML ഫയലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ്സ് ആണ്. വീഡിയോ ടാഗ്, ഓഡിയോ ടാഗ് അതുപോലെ തന്നെ ഐഫ്രെയിം ടാഗ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ, അപ്പോൾ അതിലെ ബേസിക് ടാഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി, ഫോർമാറ്റിംഗ് ടാഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി, അതിനുശേഷം ലിസ്റ്റ് ഇൻ HTML, ടേബിൾസ്, ഫോംസ്. ഇത് HTML ഈ HTML നിന്നുള്ള സീരീസിലെ ഫൈനൽ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഉടനെ ഇനി അടുത്ത നെക്സ്റ്റ് CSSൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വീഡിയോ ടാഗ്. വീഡിയോ ടാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ് പേജിൽ എന്തെങ്കിലും ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ടാഗ് ഒരു പെയർഡ് ടാഗാണ്. ഇത് വീഡിയോ ഓപ്പണിംഗ് ടാഗ്, ക്ലോസിംഗ് ടാഗ്. അപ്പോൾ വീഡിയോ ടാഗിൻ്റെ കൂടെ നമ്മളെപ്പോഴും കൺട്രോൾസ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. കൺട്രോൾസ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് അതിൽ വീഡിയോ പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ അതിൽ വോളിയം എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൺട്രോൾസ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ ഈ ഒരു വീഡിയോ ടാഗ് കൊടുത്താലും കൺട്രോൾസ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഇനി അതിൽ തന്നെ ഹൈറ്റ്, വിഡ്ത്ത്, അതായത് ആ ഒരു വീഡിയോ ആ വെബ് പേജിൽ എത്ര ഹൈറ്റിലും എത്ര വിഡ്ത്തിലും കാണണം എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വീഡിയോ ടാഗിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ എപ്പോഴും മെൻഷൻ ചെയ്യുന്നത് സോഴ്സ് എന്നുള്ള ടാഗിൻ്റെ അകത്താണ്. അതിൽ തന്നെ സോഴ്സ് ആട്രിബ്യൂട്ടിൽ ഇതെൻ്റെ വീഡിയോയുടെ പാത്താണ് കൊടുത്തിട്ടുള്ളത്. ഇത് ടൈപ്പ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ടൈപ്പ് ഇപ്പോൾ വീഡിയോ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് video/mp4 ആണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതാണ് വീഡിയോ ടാഗ്. ഇനി അടുത്ത ഓഡിയോ കൊടുക്കാനായിട്ട് ഞാൻ ഓഡിയോ ടാഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെയും കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സോഴ്സ് ടാഗിൻ്റെ അകത്ത് SRCയിൽ ഇതാണ് എൻ്റെ ഓഡിയോയുടെ പാത്ത്. ടൈപ്പ് MP3 ഫോർമാറ്റാണ്. അപ്പോൾ audio/mp3 ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഐഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വെബ് പേജിൻ്റെ അകത്ത് നെസ്റ്റഡ് ആയിട്ട് ചെറിയൊരു ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കൊടുക്കണം, അല്ലെങ്കിൽ വേറൊരു വെബ് പേജ് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐഫ്രെയിം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൻ്റെയൊക്കെ വീഡിയോസ് അപ്പോൾ ചെറിയൊരു ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചില വെബ് പേജസിൽ തന്നെ അവർ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ അവരുടെ വെബ് പേജസിൽ അവരുടെ തന്നെ വീഡിയോസിൻ്റെ ചെറിയൊരു പാർട്ട്, അപ്പോൾ അതിൽ വീഡിയോസ് എപ്പോഴും ഓട്ടോമാറ്റിക്കലി ഓട്ടോ പ്ലേ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോസ്, ആ ഒരു വലിയ ഫുൾ വീഡിയോസ് നമ്മൾ ഫുൾ ലെങ്ത്തിലെടുത്ത് നോക്കാതെ ആ ഒരു ചെറിയൊരു ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ ആ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ വെബ് പേജാണെങ്കിൽ വെബ് പേജ് അത് ആ ഒരു ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഐഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഇതിപ്പോൾ എൻ്റെ HTML വെബ് പേജ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തത് ബേസിക് HTML സ്ട്രക്ചറാണ്. അപ്പോൾ അവിടെ ഞാനൊരു HTML വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേർഡ്സ്, ഹെഡിങ്സ് പരിചയപ്പെടുത്താനായിട്ടും അതുപോലെ തന്നെ ഒരു ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു വെബ് പേജ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വെബ് പേജിൻ്റെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എക്സാമ്പിളിന് വേണ്ടി ആ ഒരു വെബ് പേജിൻ്റെ എൻ്റെ തന്നെ ഫോൾഡറിൻ്റെ ഒരു പാത്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിനും ഞാൻ ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ? അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതിപ്പോൾ ഓഡിയോ ആണ്, ജസ്റ്റ് ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, സൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനി എനിക്ക് പ്ലേ ചെയ്യാം. കൺട്രോൾസ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്ലേ ബട്ടണും ഇതുപോലത്തെ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ബട്ടണും എല്ലാം അതിൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ, ഇതിപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ തംബ്നെയിലാണ് കൊടുത്തിട്ടുള്ളത് ഫോംസ് എന്നുള്ള. അപ്പോൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ഇവിടെ എത്തി എൻഡ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും പ്ലേ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. വീണ്ടും പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് 5 സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ 5 സെക്കൻഡ് എത്തി, അത് സ്റ്റോപ്പായി. ഇനി എനിക്ക് ഇവിടെ വേറൊരു ആട്രിബ്യൂട്ട് കൊടുക്കാം. അതായത് ഇതിപ്പോൾ സ്റ്റോപ്പ് ആവണ്ട, വീണ്ടും എനിക്ക് കാണണം. അപ്പം അതിന് ലൂപ്പ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ടാഗിൽ അതുപോലെ തന്നെ ഓഡിയോ ടാഗിലും യൂസ് ചെയ്യാവുന്ന ചില ആട്രിബ്യൂട്ട്സ് ആണ്. ഓട്ടോ പ്ലേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും. ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാണ്. ഇതിപ്പോൾ ഞാൻ വീണ്ടും പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുകയാണ്.
ഞാൻ ലൂപ്പും കൊടുത്തിട്ടുണ്ട്, ഓട്ടോ പ്ലേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും സ്റ്റോപ്പ് അതുപോലെ തന്നെ പാസ് എന്നുള്ളത് കൊടുക്കുന്നില്ല. ഓട്ടോമാറ്റിക്കലി പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോ പ്ലേ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം പ്ലേ ചെയ്യും, അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഓട്ടോ പ്ലേ എന്നുള്ള ആട്രിബ്യൂട്ട്. ഇത് തന്നെ നമുക്ക് ഓഡിയോയിലും യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഓട്ടോ പ്ലേ. ഓഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല, ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു 1 സെക്കൻഡ് ഓഡിയോ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. ഇനി ഐ ഫ്രെയിം എന്താണെന്നുള്ളത് നോക്കാം. ഐ ഫ്രെയിം ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് ചെയ്ത ആ ഒരു HTML-ൻ്റെ സ്ട്രക്ചർ ചെയ്ത ആ ഒരു വെബ് പേജ്, എൻ്റെ തന്നെ വെബ് പേജിൻ്റെ ചെറിയൊരു ലിങ്ക് ആ ഒരു പാത്താണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇത് ഐ ഫ്രെയിം ആയിട്ട് കാണിക്കുന്നത്. നമ്മളന്ന് ബ്രൗസറിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വലിയൊരു പേജ് ആയിട്ടാണ് നമുക്ക് കണ്ടത്. അപ്പോൾ അതിനെ ഞാൻ ചെറിയൊരു ഫ്രെയിമിൻ്റെ അകത്താക്കിയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കംപ്ലീറ്റ് വെബ് പേജ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതേപോലത്തെ ഈ ഒരു വെബ് പേജിൻ്റെ ലിങ്കാണ് ഞാൻ വേറൊരു വേറൊരു HTML പേജിൽ ഞാൻ ഇതുപോലെ ഐ ഫ്രെയിമിൽ ഈ ഒരു വെബ് പേജിൻ്റെ ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഈ ഓഡിയോയും വീഡിയോയും എല്ലാം കൊടുത്തിട്ടുള്ള ഈ ഒരു വെബ് പേജ് ആ ഒരു ചെറിയ ഫ്രെയിമിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ HTML-ൻ്റെ ഓഡിയോ ടാഗ്, അതുപോലെ തന്നെ വീഡിയോ ടാഗ്, ഐ ഫ്രെയിം ടാഗ്. ഇനി അടുത്ത വീഡിയോസ് വരുന്നത് CSS-ൻ്റെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ HTML-ൻ്റെ വീഡിയോസ് ഇത്രയും ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലും HTML-ൻ്റെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വീഡിയോ തൊട്ട് വരുന്നത് CSS-ൻ്റെ വീഡിയോസ്. CSS നമ്മൾ മെയിൻലി സ്റ്റൈലിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ HTML-ൽ ടാഗ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി ഇതല്ലാതെ ഈ ടാഗ്സ് HTML വെബ് പേജ് കുറച്ചുകൂടി നല്ല ഒരു രീതിയിൽ സ്റ്റൈലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ CSS ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. CSS-ന് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ CSS-ൻ്റെ വീഡിയോയും വെബ് പേജ് ഡിസൈനിങ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. So thank you for watching.